his translator, Brother Ebin Abraham. Hallelujah. 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 Respect share, esteemed faculty and all my dear brothers. Greeting to all in the matches and marvelous name of our Lord and Savior Jesus Christ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൗഹൃദരായ അധ്യാപകരെല്ലാവരും സ്നേഹിതന്മാരും യേശു കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. When US Civil War broke out, Abraham Lincoln, the president of America, arranged the breakfast with a few men of God. US ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ ചില ദൈവപുരുഷന്മാരോടൊപ്പം പ്രാർത്ഥനയിലും ഉപവാസത്തിലും സമയം ചിലവഴിക്കുവാൻ തീരുമാനിച്ചു. At one point, one of the ministers said, Mr. President, let us pray that God is our side. അതിലൊരു ദൈവപുരുഷൻ പ്രസിഡന്റിനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ പ്രസിഡന്റേ, ദൈവം നമ്മുടെ കൂടെ നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Lincoln response showed for greater insight. He said, no, gentlemen, let us pray that we are God's side. ലിങ്കന്റെ മറുപടി വളരെ ചിന്തിപ്പിക്കുന്ന നിലവാരത്തിലുള്ളതായിരുന്നു. എന്റെ പ്രിയ മാന്യസുഹൃത്തെ, ദൈവം നമ്മുടെ കൂടെ നിൽക്കുവാനല്ല നാം പ്രാർത്ഥിക്കേണ്ടത്, പിന്നെയോ നാം ദൈവത്തിന്റെ കൂടെ നിൽക്കുവാൻ പ്രാർത്ഥിക്കുക. Lincoln remained those mentioned that religion is not tool by which we get God to do what we want, but it is an invitation to open ourselves to be and doing what God wants. ലിങ്കൻ അവരെ ഇപ്രകാരമാണ് ഉത്ബോധിപ്പിച്ചത്. മതമെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കുവാൻ ഒരു ഉപാധിയായി എടുക്കുക എന്നുള്ളതല്ല, പിന്നെയോ ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്തുവാൻ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. Message of Jesus inspired by Apostle Matthew in chapter 5 verse 17-20 is very much similar. അഞ്ചാം അധ്യായത്തിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിന്റെ സന്ദേശത്തെ വളരെ മനോഹരമായി മത്തായി ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. Jesus speak about the priority of law that cannot be altered but to be as such practiced and necessitated by him. ആർക്കും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ന്യായപ്രമാണത്തിന്റെ പ്രാധാന്യതയെയും അതിന്റെ പ്രായോഗിക ജീവിതത്തെയും യേശു കർത്താവ് ഇവിടെ വളരെ വ്യക്തമായി പരാമർശിക്കുകയാണ്. There is neither option nor choice left before has to select or deselect what we prefer. നാം പ്രാധാന്യം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യമോ അത് സ്വീകരിക്കണോ സ്വീകരിക്കാതിരിക്കണമോ എന്നുള്ള മുൻഗണനകളോ തീരുമാനങ്ങളോ ഇവിടെ ഇല്ല. Rather just to obey and practice, it is all what he wants to obey and practice. Practice is the only way to transcend Christian life. പിന്നെയോ അവൻ ആഗ്രഹിക്കുന്നത് പോലെ അതിനെ പൂർണ്ണമായി അനുസരിക്കുകയും പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വഴി സുതാര്യപരമായ ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടികളായി അത് മാറുകയാണ്. Context of Matthew's writing is generally Jews setting offering. Jesus has their messianic king. യേശു കർത്താവ് യഹൂദന്മാരുടെ രാജാവെന്ന യഹൂദ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലാണ് മത്തായി ഈ സുവിശേഷം എഴുതുന്നത്. The date of its authorship is not clear. It is attributed to first century writing after Jesus' death. എഴുതിയ കാലഘട്ടം വ്യക്തമല്ലെങ്കിലും ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം 1-ാം നൂറ്റാണ്ടിൽ എഴുതിയതെന്ന് ഇത് വിശ്വസിക്കപ്പെടുകയാണ്. Jesus started teaching a new law, the beatitude. On one hand, he started preaching, not being recognized by Pharisees or scribes, rather by claiming his authority directly from his Father God. ഭാഗ്യവചനം എന്ന പേരിൽ പുതിയൊരു നിയമം യേശു കർത്താവ് ജനസമൂഹത്തെ പഠിപ്പിക്കുകയാണ്. പണ്ടത്തെ രീതിയെ പോലെ പരീശന്മാരോ ശാസ്ത്രിമാരോ പഠിപ്പിച്ചതുപോലെയല്ല, അധികാരമുള്ളവനായിട്ട് ദൈവത്തിൽ നിന്ന് നേരിട്ട് അധികാരം പ്രാപിച്ചവനായിട്ട് യേശു കർത്താവ് പഠിപ്പിക്കുകയാണ്. Not only in his authority but also in his activity like liberty, healing people on Sabbath day, paying no attention to the tradition of Pharisees, his association, publican and sinners. അവന്റെ അധികാരം മാത്രമല്ല, അവൻ ശബത്തിൽ ആളുകളെ സൗഖ്യമാക്കിയതും പരീശന്മാരുടെ പാരമ്പര്യത്തെ നിഷേധിച്ചതും അതുമാത്രമല്ല പാപികളോട് ഒത്തൊരുമിച്ച് ജീവിച്ചതുമൊക്കെ അവന്റെ അധികാരത്തെ വെളിപ്പെടുത്തുന്ന വസ്തുതാവിശേഷങ്ങളാണ്. All sin counted law, all his teaching and practice struck up tension among Jewish leaders. ഇതെല്ലാം പ്രമാണത്തിന് വിപരീതമായി നിൽക്കുമെന്ന് തോന്നുമെങ്കിലും അവരുടെ പഠിപ്പിയും ജീവിത രീതിയും യഹൂദന്മാരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഭയാശങ്കകൾ ഉളവാക്കുകയാണ് ഉണ്ടായത്. Accusation of breaking Mosaic tradition were leveled against Jesus. മോശയുടെ പാരമ്പര്യത്തെ അവർ കർശനമായി നിഷേധിക്കുന്നു എന്നുള്ള ശക്തമായ ആരോപണം യേശുവിനെതിരെ അന്ന് ഉയരുകയുണ്ടായി. On the other hand, for Jewish audience, the practical difficulty in obeying the beatitude made the wonder. മറുഭാഗത്ത് ഭാഗ്യവചനത്തെ അനുസരിക്കുന്നതിനുള്ള വളരെ ബുദ്ധിമുട്ട് യഹൂദന്മാരെ അത്ഭുതപ്പെടുത്തി.
in such a context, Jesus began his preaching, I did not come to abolish the law of prophet but fulfill it. ഇതുപോലെയുള്ള നിരവധി ചോദ്യങ്ങൾ യഹൂദ ഹൃദയത്തിൽ അലയടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് യേശു കർത്താവ് പ്രസംഗിക്കുന്നത്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നതല്ല, പിന്നെയോ നിവർത്തിക്കുവാൻ വന്നതാണ്. Keeping this context in mind, based on the theme, the transparency, I would like to get my sermon out. ഈ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഈ വർഷത്തെ ചിന്താവിഷയമായി സുതാര്യതയെ ആസ്പദമാക്കി എന്റെ പ്രസംഗത്തെ ഞാൻ ഇപ്രകാരം ശീർഷവൽക്കരിക്കട്ടെ. Inevitability of the law, of the necessity of transparency. ഒഴിച്ചുകൂടാനാവാത്ത നിയമം സുതാര്യതയ്ക്ക് അത്യാവശ്യം. Inevitability of the law, the necessity of transparency. ഒഴിച്ചുകൂടാനാവാത്ത നിയമം സുതാര്യതയ്ക്ക് അത്യാവശ്യം. If it is the obedience to the law of nation, let people enjoy the privilege of nation as citizens. ഒരു രാജ്യത്തിന്റെ നിയമങ്ങളോട് ആ രാജ്യത്തിലെ ആളുകൾക്ക് വിധേയത്വമുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ സകല ശ്രേഷ്ഠതയും അവർക്ക് ആസ്വദിക്കുവാൻ കഴിയും. If it is obedience to certain norm and regulation, makes a soldier a soldier. ഒരു നല്ല പടയാളിയെ പടയാളിയാക്കി തീർക്കുന്നത് അവന്റെ നിയമത്തോടുള്ള വിധേയത്വം മൂലമാണ്. If it is obedience to disciplinary training, makes an athlete. ഒരു ഓട്ടക്കാരനെ നല്ല ഓട്ടക്കാരനാക്കി തീർക്കുന്നത് അവന് നിയമത്തോടുള്ള അനുസരണം നിമിത്തമാണ്. Then it is submissive obedience to the law of scripture makes a Christian the true Christian. എങ്കിൽ വചനത്തോടുള്ള പൂർണ്ണമായ അനുസരണമാണ് ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നത്. If not, then we'll end up in a Christian life masked with Hippocratic faith, that of Pharisees and scribes. ഇത് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ പരീക്ഷന്മാരും ശാസ്ത്രിമാരും കപടമുഖമണിഞ്ഞ് ജീവിച്ചതുപോലെ ആ ഒരു ജീവിത രീതിയിലേക്ക് നാം അധപ്പതിക്കുവാൻ ഇടവരും. From the lesson passage, I would like to speak about the essentiality of this inevitable law in our Christian life. ഈ വേദഭാഗത്തുനിന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ന്യായപ്രമാണത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത പ്രാധാന്യതയെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. For today's meditation, I would like to subdivide my sermon into three. എന്റെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എന്റെ പ്രസംഗത്തെ മൂന്നായി തരംതിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. First one, the priority of law, verse 70-80. ഒന്നാമതായി ന്യായപ്രമാണത്തിന്റെ പ്രാധാന്യത, വാക്യങ്ങൾ 17-18. Second one, the price of law, verse 90. രണ്ടാമത് ന്യായപ്രമാണത്തിന്റെ മൂല്യം, വാക്യം 19. Third one, the practical of law, verse 20. മൂന്നാമതായി ന്യായപ്രമാണത്തിന്റെ പ്രായോഗികത, വാക്യം 20. The phrase I did not come to abolish the law of prophet but to fulfill it, in verse 70, indicates the priority Jesus had for the laws of Old Testament prophets. 17-ാം വാക്യത്തിൽ യേശു കർത്താവ് പ്രകാരം പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നതല്ല, പിന്നെയോ നിവർത്തിക്കാൻ എത്രയെന്ന് പറയുന്നതിലൂടെ ന്യായപ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ പ്രാധാന്യതയെ യേശു കർത്താവ് വരച്ചു കാട്ടിത്തരികയാണ്. The law and the prophets refer to the entire Old Testament. ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ന് ഉദ്ദേശിക്കുന്നത് പഴയ നിയമഭാഗത്തെയാണ്. It was on this law the entire Jewish faith and tradition was structured. ഈ നിയമസംഹിതയിലാണ് യഹൂദ വിശ്വാസവും പാരമ്പര്യവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.
by the way fulfilled. ഒരു ചോദ്യം ഇതാണ്, പൂർത്തിയാക്കുക എന്നതുകൊണ്ട് യേശു അർത്ഥമാക്കുന്നത് എന്താണ്? This is one of the most debated questions in the New Testament. പുതിയ നിയമത്തിലെ ഏറ്റവും വാദപ്രതിവാദങ്ങൾ ഉളവാക്കുന്ന ഒരു ചോദ്യമാണിത്. Today morning, I'm not willing to take you to all those debates, but I would like to move on with a particular thought that strike me. ഇന്ന് പകലിൽ ഈ വാദപ്രതിവാദങ്ങളെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ പരാമർശിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ Let ആഗ്രഹിക്കുകയാണ്. me start with a question. In this man, Jesus, a common man, ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ സാധാരണക്കാരനായ മനുഷ്യൻ യേശു ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. yes, of course, a common simple man, but different from others. അതെ, അവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. എന്നാൽ മറ്റു പലരിൽ നിന്നും അവൻ വ്യത്യസ്തനായിരുന്നു. Because he is the divine God incarnated as a man. കാരണം അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. He is the God who dwells in an earthly body. ജഡത്തിൽ ജീവിക്കുന്ന ജഡശരീരമുള്ള ഒരു ദൈവമാണ് അവൻ. What is the necessity for this man Jesus to obey the laws of Scripture? ഈ നിയമങ്ങളെയൊക്കെ അനുസരിക്കേണ്ടതിന്റെ ആവശ്യകത യേശുവിന് എന്താണുള്ളത്? Perhaps he would have walked away just teaching matters of law about his kingdom. ഒരുപക്ഷേ ദൈവരാജ്യത്തെ പറ്റി ഒരുപാട് കാര്യങ്ങളും നിയമസംഹിതകളും അവനെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു. But he never did it. എന്നാൽ അവനത് ചെയ്തില്ല. Rather, he was always obedient to Jewish law. പിന്നെയോ യഹൂദ നിയമങ്ങൾക്ക് അവൻ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് ജീവിച്ചു. He was keen to practice law even before he began to preach it. പ്രസംഗിക്കുന്നതിന് മുൻപായി ആ നിയമങ്ങൾ മുഴുവനും അവൻ അനുസരിച്ചവനായിരുന്നു. He deeds where his ways and his ways where his deeds. അവന്റെ വാക്കുകൾ പ്രവർത്തികളായി മാറി, അവന്റെ പ്രവർത്തികൾ വാക്കുകളായി മാറി. Hey, Pharisees and scribes, I have not come to abolish it as you say. അതിന് പരീശന്മാരെ, ശാസ്ത്രിമാരെ, നിങ്ങൾ പറയുന്നത് പോലെ ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നവനല്ല, Rather, it fulfill it. പിന്നെയോ നിവർത്തിക്കുവാൻ വന്നവനാണ്. Not to fulfill it by ways as you do, but to fulfill it by my deeds as my Father wishes. എന്റെ വാക്കുകൾ കൊണ്ട് മാത്രം പൂർത്തീകരിക്കുവാൻ വന്നവനല്ല, പിന്നെയോ എന്റെ പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ എന്റെ പ്രവർത്തികളിലൂടെ പൂർത്തീകരിക്കുവാൻ വന്നവനാണ് ഞാൻ. Jesus offers not the law, but an intimate interpretation of it that doesn't relation more than character. യേശു കർത്താവ് എതിർത്തത് പ്രമാണത്തെ അല്ല, പിന്നെയോ വികലമായി വ്യാഖ്യാനിക്കപ്പെട്ട ന്യായപ്രമാണത്തിന്റെ വ്യാഖ്യാനങ്ങൾക്കെതിരെ ശക്തമായി യേശു കർത്താവ് പ്രതികരിച്ചു. Before Christ, the Lord described how God wants man to live. ക്രിസ്തുവിന് മുമ്പ് ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ന്യായപ്രമാണം നമ്മെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. But in Christ, God perfectly pictured and a demonstration the law of living before human eyes. എന്നാൽ ക്രിസ്തുവിൽ ആ ജീവിതം പൂർണ്ണമായി വെളിപ്പെട്ടു വരികയാണ്. Before Christ, the Lord demanded punishment for disobedience. ക്രിസ്തുവിന് മുമ്പ് അനുസരണക്കേടിനുള്ള ശിക്ഷയ്ക്ക് പ്രാധാന്യം ന്യായപ്രമാണം നൽകി. But Jesus bore the punishment of the law for every man's disobedience. എന്നാൽ സകല മനുഷ്യരുടെയും അനുസരണക്കേടിനുള്ള ശിക്ഷയെ അവൻ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. Though Jesus did not destroy the law by fighting it, rather he destroyed it by fulfilling it. യേശു ന്യായപ്രമാണത്തോട് ന്യായപ്രമാണത്തെ എതിർത്തുകൊണ്ടല്ല തകർത്തത്, പിന്നെയോ ഇതിനെ പൂർണ്ണമായി നിവൃത്തീകരിച്ചുകൊണ്ടാണ്. If I have an crown, I can destroy it one of two ways. എന്റെ കയ്യിലുള്ള ഒരു വിത്തുണ്ടെങ്കിൽ എനിക്ക് രണ്ടു തരത്തിൽ അതിനെ നശിപ്പിക്കുവാൻ കഴിയും. I can put it on a rock and smash it to bits with a hammer. ഒരു പാറയിൽ വെച്ച് ചുറ്റിക കൊണ്ട് അടിച്ച് അതിനെ പല പീസുകളാക്കി മാറ്റുവാൻ എനിക്ക് കഴിയും. Or I can plant it in the ground and let it fulfill itself by becoming an oak tree. അല്ലെങ്കിൽ ഇത് നിലത്തിടുകയും അത് വലിയ മരമായി വളർന്ന് വലുതാകുവാൻ ഞാൻ അനുവദിക്കുകയും The ചെയ്യുന്നു. second option is better. രണ്ടാമത്തെ തീരുമാനമാണ് വളരെ നല്ലത്. That's what Jesus did. ഇതാണ് യേശു കർത്താവ് ചെയ്തത്. When Jesus died, he ran the evil of the temple and opened the way into the holiest. യേശു കർത്താവ് മരിച്ചപ്പോൾ ആലയത്തിലെ തിരശ്ശീല രണ്ടായി ചിന്തുകയും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം നമുക്ക് ലഭിക്കുകയും ചെയ്തു. Because the law was fulfilled in Christ, we no longer need temple made with the hands or religious rituals. ക്രിസ്തുവിൽ ന്യായപ്രമാണം നിവർത്തിക്കപ്പെട്ടതുകൊണ്ട് കൈപ്പിടിയാൽ
second point, the price of low weights 19. ഇതിന്റെ രണ്ടാമത്തെ ചിന്തയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുകയാണ്. ന്യായപ്രമാണത്തിന്റെ മൂല്യം വാക്യം 19. Here Jesus gives in chance to his disciples carefully to preserve the law and show them the danger of the neglect and contempt of it. ഇവിടെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ ന്യായപ്രമാണത്തെ സൂക്ഷിക്കണമെന്നും ഇത് നിങ്ങൾ അനുസരിച്ചില്ല എങ്കിലുള്ള അപകടത്തെയും വളരെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുകയാണ്. Because Pharisees neglect the vital matters of the law. കാരണം പരീശന്മാർ ന്യായപ്രമാണത്തിന്റെ പ്രാധാന്യതയെ നിഷേധിച്ച് മുന്നോട്ട് പോകുന്നവരായിരുന്നു. The word, the commandment of with their traditions. അവരുടെ പാരമ്പര്യം കൊണ്ട് ദൈവകൽപ്പനയെ അവർ ശൂന്യമാക്കി കളഞ്ഞു. They also taught men as they did. മറ്റു പലരെയും അവർ അങ്ങനെ തന്നെ പഠിപ്പിച്ചു. It is impossible enough to break the commandment, but is a greater degree of it to teach men so. ന്യായപ്രമാണത്തെ ധാർഷ്ട്യം കൊണ്ട് തകർക്കുവാൻ അവർ ശ്രമിച്ചു. മറ്റുള്ളവരെ അവർ അങ്ങനെ തന്നെ പഠിപ്പിച്ചു. That's what Pharisees did by sitting at the seat of Moses. അതുകൊണ്ടാണ് മോശയുടെ പീഠത്തിലിരുന്ന് പരീശന്മാർ പഠിപ്പിച്ചു പോകുന്നത്. They corrupted and perverted the text. അവർ പ്രമാണത്തെ വികലമാക്കുകയും തെറ്റിക്കുകയും ചെയ്തു. They made public opinion that tend to the destruction of serious godliness and the victory of faith. അവരുടെ പൊതുവായ അഭിപ്രായം ആത്മീയതയെയും വിശ്വാസത്തെയും തകർക്കുന്നതായി മാറി. They corrupted the clauses on the scripture according to their needs. അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർ വചനത്തെ ന്യായപ്രമാണത്തെ കൊട്ടിക്കളഞ്ഞു. Also they propagated and taught their doctrine as the word of God. അവരുടേതായ ഉപദേശങ്ങളും ചിന്തകളും ദൈവവചനം എന്ന നിലയിൽ അവർ പഠിപ്പിച്ചു. Therefore Jesus said that whosoever break one of the least commandment shall be caught as the least in the kingdom of heaven. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത് ന്യായപ്രമാണത്തിൽ നിന്നും മഴിയുകയും അതെങ്ങനെ പഠിപ്പിക്കുകയും ചെയ്ത ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനാണ്. Pharisees proclaim themselves as a perfect teachers, പരീശന്മാർ പറഞ്ഞു ഞങ്ങളാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠരായ ഗുരുക്കന്മാർ. but they never got employed as the teachers in the kingdom of Christ's kingdom. എന്നാൽ ദൈവരാജ്യത്തിന്റെ അകത്ത് അവർ അധ്യാപകന്മാരല്ലായിരുന്നു, ഗുരുക്കന്മാരല്ലായിരുന്നു. He that does so shall be called least in the kingdom of heaven. In the kingdom of glory he shall never come together, but be internally excluded. ദൈവപരിവാരമുള്ള ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവരെന്ന് വിളിക്കപ്പെടും. പങ്കുണ്ടാകുകയില്ല. അവർ പുറത്താക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. They were not even counted as a member rather than a teacher. അവർ ദൈവരാജ്യത്തിൽ ഒരു അംഗം പോലും അല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഒരു ഗുരുവായി അവർക്ക് മാറുവാൻ കഴിയുന്നത്? As Yeshua chapter 9 verse 15 said, the prophet that teaches this life shall be that tail in that kingdom. അതുകൊണ്ടാണ് യേശയ്യാവ് പറയുന്നത് അസത്യം ഉപയോഗിക്കുന്ന പ്രവാചകൻ രാജ്യത്തിന്റെ വാലായി മാറുകയാണ്. In such a context Jesus says, ഈ ഒരു സാഹചര്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, whosoever shall do not do and teach the laws as Christ's disciples did, whosoever thereby prove themselves better friends to the Old Testament than the Pharisees were, whosoever through the devised by men for this cause shall be called greater in the kingdom of heaven. യേശു കർത്താവിന്റെ ശിഷ്യന്മാർ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കുകയും വളരെയധികത്തോട് വളരെ അടുപ്പത്തിലുള്ള ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ വലിയവനായി മാറുകയാണ്. Today also we can see the new generation Pharisees. ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറയിലെ പരീശന്മാരെ നമുക്ക് കാണുവാൻ They കഴിയും. execute and encourage sin. പാപത്തിന് ഉത്തേജനം നൽകി അവർ മുന്നേറുകയാണ്. We all know a famous new generation prophet who has fans all over the world saying that if there is blood of the Passover lamb is in the doors, the prostitution that you do inside that room will not be a problem. കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാരിന്മേലും കുറുമ്പടിമേലും പുരട്ടിയാൽ അകത്ത് വ്യഭിചാരം പോലും നടന്നാൽ വിഷയമില്ല എന്ന് പ്രസംഗിച്ച പ്രവാചകരെ നമുക്ക് വളരെ വ്യക്തമായി അറിയാം. Yes, my dear friends, they interpreted the word of God, executed and encouraged sin. എന്റെ പ്രിയ സ്നേഹിതന്മാരെ, പാപത്തിന് ഉത്തേജനം നൽകി അവർ വചനത്തെ വ്യാഖ്യാനിക്കുകയാണ്. They are the dregs of the church. അവർ ദൈവസഭയ്ക്ക് ഒരു പ്രയോജനവുമില്ലാത്തവരായി മാറിയിരിക്കുന്നു. They give themselves the lie and tempt men to think that all religion is the delusion. അവർ തങ്ങളെ തന്നെ കള്ളപ്രബോധനം നടത്തുന്നവരും മറ്റ് മതങ്ങളെല്ലാം മിഥ്യാധാരണകളായി മാറ്റുകയും ചെയ്യുകയാണ്.
etc. and go through Wikipedia and commentaries. Rather, they speak from their own personal experience with God. വിക്കിപീഡിയയിൽ നിന്നോ കമന്ററിയിൽ നിന്നോ ഉള്ള കാര്യങ്ങളല്ല അവർ പ്രസംഗിക്കുന്നത്, പറയുന്നത് സ്വന്തമായ ജീവിതാനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് അവർ സമൂഹത്തിൽ പറയാറുള്ളത്. They live up to what they preach. അവർ പ്രസംഗിക്കുന്നത് ജീവിതത്തിൽ ആചരിക്കുന്നവരാണ്, അനുഷ്ഠിക്കുന്നവരാണ്. They honor God and God will honor them. അവർ ദൈവത്തെ ആദരിക്കുകയും ദൈവം അവരെ ആദരിക്കുകയും ചെയ്യും. They honor God and God will honor them. അവർ ദൈവത്തെ ആദരിക്കുകയും ദൈവം അവരെ ആദരിക്കുകയും ചെയ്യും. Because they practice what they preach. കാരണം പ്രസംഗിക്കുന്നത് പോലെ അവർ ജീവിക്കുകയാണ്. This leads me to the last point, practice of the law, verse 20. ഇതിന്റെ മൂന്നാമത്തെ ചിന്തയിലേക്ക് നടത്തുകയാണ് ന്യായപ്രമാണത്തിന്റെ പ്രായോഗികത. The Pharisees were the most respected religions, the people of the day, and the scribes, the supreme expert in the law. അക്കാലത്ത് പരീശന്മാരായിരുന്ന സമൂഹത്തിൽ ഏറ്റവും ഉന്നത നിലവാരത്തിൽ നിന്നിരുന്നത് ശാസ്ത്രിമാർ, ന്യായപ്രമാണത്തിന്റെ വിദഗ്ധന്മാർ അറിയപ്പെട്ടിരുന്നു. Jesus criticized not their doctrine, but their hearts as religious people. യേശുവിടെ അവരുടെ ഉപദേശത്തെയല്ല ഖണ്ഡിച്ചത്, പിന്നെ ആത്മീയരുടെ അഭിമാനിക്കുന്ന ഹൃദയത്തെയാണ് യേശു കർത്താവ് ഖണ്ഡിച്ചത്. In the law of Moses, God certainly revealed his stance for holy living. മോശയുടെ പ്രമാണത്തിൽ വിശുദ്ധ ജീവിതത്തിന്റെ നിലവാരത്തെ ദൈവം വെളിപ്പെടുത്തുകയാണ്. The Pharisees defied this law and sought to obey it. പരീശന്മാർ ഇതിനുവേണ്ടി നിലനിൽക്കുകയും ഇത് അനുസരിക്കുകയും ചെയ്തവരായിരുന്നു. But Jesus said that the true righteousness that please God must exceed that of the scribe and Pharisees. എന്നാൽ യേശു പറയുകയാണ്, നിങ്ങളുടെ നീതി പരീശന്മാരെക്കാളും ശാസ്ത്രിമാരെക്കാളും നീതിയെ കവിയേണ്ടതുണ്ട്. To the common people, the scribes and Pharisees were the holiest men in the community. ആ സമൂഹത്തിൽ പരീശന്മാരും ശാസ്ത്രിമാരുമായിരുന്നു സമൂഹത്തിലെ ഏറ്റവും വലിയ വിശുദ്ധന്മാർ. If they had not achieved, what hope was there for anybody else? അവർക്ക് ആ വിശുദ്ധിയിലേക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ എന്ത് പ്രത്യാശയാണുള്ളത്? Then what exactly is the nature of the righteousness God expects from us? എങ്കിൽ ദൈവം പ്രസാദിക്കുന്ന നീതിയുടെ പ്രത്യേകത എന്താണ്? It is righteousness is excess of the most scrubs moralists. നമ്മുടെ ജീവിതത്തിലുള്ള ധാർമ്മികതയുടെ അപ്പുറത്തേക്ക് ദൈവം ആ നീതി ആവശ്യപ്പെടുകയാണ്. Christians' righteousness should exceed a natural or typical Pharisee righteousness. പരീശന്മാരുടെ നീതിയെ കവിയുന്ന നീതിയാണ് ക്രിസ്തീയ നീതി എന്ന് പറയുന്നത്. Because they proclaim themselves as the righteous by publicly obeying the order of God. കാരണം പൊതുവിൽ അവർ നീതിമാന്മാരെന്ന് അവകാശപ്പെടുകയും പൊതുവിൽ അവർ അനുസരിക്കുകയും They ചെയ്യുകയാണ്. give alms, praise, church in public. അവർ പൊതുവിൽ പ്രദാനം കൊടുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും സമൂഹത്തിൽ വിധിക്കുകയും They ചെയ്യുകയാണ്. are the public living people who always love to be in the limelight. സമൂഹത്തിൽ എല്ലാവരും കാണുന്നത് പോലെ ജീവിക്കുവാൻ അവർ ഇഷ്ടപ്പെടുകയാണ്. They proclaim themselves as righteous to get the claps and clans through this kind of claps. കൈയടികൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാ കുതന്ത്രങ്ങളും അവർ മെനയുകയാണ്. But our righteousness should exceed not by merely obeying His order, but by doing His will. എന്റെ കേവലം അനുസരണത്തിൽ എന്റെ നീതി, എനിക്കുള്ള നീതി കവിയുകയില്ല, പിന്നെ അവന്റെ ഇഷ്ടം ചെയ്യുന്നതിലൂടെയാണ് ആ നീതി എനിക്ക് കവിയുവാൻ കഴിയുന്നത്. This righteousness is the first and inward righteousness. ഈ നീതി ആദ്യം നമ്മുടെ അകത്തളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. It should shout from our private life. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നിന്ന് അത് പുറത്തേക്ക് വരേണ്ടതുണ്ട്. Such an inner righteousness goes very deep and soars very high. ഇത് ഈ നീതി വളരെ ആഴത്തിലേക്ക് ഇറങ്ങുന്നു.
message. എന്റെ സന്ദേശത്തെ ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. Few weeks back, ചില ആഴ്ചകൾക്ക് മുൻപ് the president of Russia റഷ്യയുടെ പ്രസിഡന്റ് says that ഇപ്രകാരം പറഞ്ഞു, the law of Russia is that people who migrate to Russia should speak Russian and should respect the law. റഷ്യയിലേക്ക് കുടിയേറി പാർത്തവർ റഷ്യൻ ഭാഷയിൽ സംസാരിക്കുകയും റഷ്യൻ നിയമത്തെ അനുസരിക്കുകയും ചെയ്യണം. But the Muslim minorities who migrate to Russia demand to change the law of Russia favoring their Sharia law. എന്നാൽ റഷ്യയിലേക്ക് കുടിയേറി പാർത്ത മുസ്ലിം വിഭാഗക്കാർ അവരുടെ നിയമത്തിനനുസരിച്ച് റഷ്യൻ നിയമത്തെ മാറ്റുവാൻ അവരോട് ആവശ്യപ്പെട്ടു. For this cause, the authorities of Russia say that Russia does not need minorities. Minorities need Russia. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയുടെ അധികാരികൾ ഇപ്രകാരം പറഞ്ഞു, റഷ്യക്ക് ഒരു ചെറിയ കൂട്ടത്തെ ആവശ്യമില്ല, ചെറിയ കൂട്ടത്തിന് റഷ്യ ആവശ്യമുണ്ട്. Russia will not grant them special privilege or try to change our laws to fit their design, no matter how loud they get discrimination. അവരുടെ ആരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് റഷ്യയുടെ നിയമങ്ങൾ മാറ്റുവാൻ ഞങ്ങൾ തയ്യാറല്ല. If the authority of nation in the world in this way is this much concerned about their laws, how much more will be the authorities of heaven concerned about the kingdom of laws. ഈ ലോകത്തിന്റെ അധികാരികൾ നിയമവ്യവസ്ഥിതികൾക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവ് തന്റെ നിയമങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുക. Yes, my dear friends, this law is given by the Lord. അതേ എന്റെ സ്നേഹിതന്മാരെ, ഈ നിയമങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ കർത്താവാണ്. It is our responsibility to give the priority to it than any other thing in this world. ഈ ഭൂമിയിൽ മറ്റൊന്നിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? If we teach it in the right way, a heavenly reward is waiting for us. ഈ നിയമങ്ങളെല്ലാം ശരിയായ നിലവാരത്തിൽ നമുക്ക് പഠിപ്പിക്കുവാൻ കഴിഞ്ഞാൽ വലിയൊരു പ്രതിഫലം നമ്മെ കാത്തിരിക്കുകയാണ്. Let us not forget to practice what we preach. നാം പ്രസംഗിക്കുന്നത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നാം മറക്കരുത്. And my prayer is that may the Lord enable us to give it priority to the law and to practice it. ഈ ന്യായപ്രമാണത്തിന്റെ പ്രായോഗിക ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനും അത് ജീവിതത്തിൽ കൊണ്ടുവരുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. May the Lord strengthen us to receive the praise for the truly righteous one. ആ നീതിമാനായവന് പ്രതിഫലം നേടുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. Revelation chapter 3 verse 8 say like this: You have a little power and have kept my word and not denied my name. വെളിപ്പാട് പുസ്തകം 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷ്ഠ
As Lord close to us and meditate the word which we heard. Father God, we thank you for your mighty presence. We thank you for speaking to us through your servant. We pray for Brother Dad Benjamin. Bless you, Father. Anoint you, Father. Use you mightily on the coming days for the expansion of your kingdom, Father. And I submit our entire activities in your mighty hand. Be with us and bless us, Father. Thank you for hearing our small prayer. In Jesus' name I pray. May the love, grace, and sweet communion of the triune God be with us now and forevermore. Amen.